പ്രതീക്ഷ ഞാൻ കുറെ നാളായിട്ട് അഭിനയിക്കുന്നില്ലായിരുന്നു. പ്രതീക്ഷനെ ആക്കിയാലോ? ചെയ്താലോ? മാർച്ച് 15 മുതൽ ഒരു 10, 11 നമുക്ക് ചെയ്താലോ? മാർച്ച് 10 അല്ലെങ്കിൽ മാർച്ച് 12, 13 നമുക്ക് ആൽബം ചെയ്താലോ? അപ്പൊ അത് നേരത്തെ അങ്ങ് ചെയ്തു വെക്കാം. അങ്ങനെ ചെയ്താലോ? മാർച്ച് 13, മാർച്ച് 12, 13 ചെയ്താലോ? 12, 13 2 ദിവസം. 11 വന്ന് 12, 13 ഒന്ന് മാഷ് ഒന്ന് കൺഫേം ആയിട്ടൊന്ന് പറയുമോ? ഞാൻ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞാൻ എറണാകുളത്താ. നമുക്ക് ആൽബം ചെയ്യണം കേട്ടോ, നന്നായിട്ട് ചെയ്യണം. പ്രമോഷൻസിന്റെ ടൈം ആകുമ്പോ, ഷൂട്ടിന്റെ ടൈം ആകുമ്പോ ഞാൻ തന്നെ ചേട്ടന്റെ കയ്യിൽ നമ്പർ തരാം, മീഡിയക്കാരുടെ നമ്പർ. രവി ചേട്ടൻ എന്തിനാ അതൊക്കെ ഡിലീറ്റ് ആക്കിയത്? ഞാൻ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞാൻ എറണാകുളത്താ. നമുക്ക് ആൽബം ചെയ്യണം കേട്ടോ, നന്നായിട്ട് ചെയ്യണം. പ്രമോഷൻസിന്റെ ടൈം ആകുമ്പോ, ഷൂട്ടിന്റെ ടൈം ആകുമ്പോ ഞാൻ തന്നെ ചേട്ടന്റെ കയ്യിൽ നമ്പർ തരാം, മീഡിയക്കാരുടെ നമ്പർ. ചേട്ടൻ തന്നെ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ. നമുക്ക് നായകൻ പ്രതീക്ഷനെ ആക്കിയാലോ? പ്രതീക്ഷ ഞാൻ കുറെ നാളായിട്ട് അഭിനയിക്കുന്നില്ലായിരുന്നു. പ്രതീക്ഷനെ ആക്കിയാലോ? നമുക്ക് നായകൻ പ്രതീക്ഷനെ ആക്കിയാലോ? പ്രതീക്ഷ ഞാൻ കുറെ നാളായിട്ട് അഭിനയിക്കുന്നില്ലായിരുന്നു. പ്രതീക്ഷനെ ആക്കിയാലോ? എന്തോ എങ്ങനെ എന്തായിരുന്നു പറഞ്ഞത്? നായകൻ പ്രതീക്ഷനെ ആക്കിയാലോ എന്നും. അപ്പം പ്രതീക്ഷ ആയിരുന്നുവെങ്കിൽ കംഫർട്ടായേനെ. ഇവിടെ പ്രതീക്ഷ അല്ലാത്തത് കൊണ്ടാണ് ബുദ്ധിമുട്ടുണ്ടായത്, പറ്റില്ല എന്ന് പറഞ്ഞത്. കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഇൻ്റർവ്യൂവിനകത്ത്, ലിപ് ലോക്ക് ആവശ്യമായിട്ട് വന്നാൽ ചെയ്യും. ഓ, അത് ഒന്നുകിൽ പ്രതീക്ഷ ആകണം, അതല്ലെങ്കിൽ ദാസനാകണം. ഈ 2 പേരിലാണെങ്കിലേ പറ്റത്തുള്ളൂ. ഞാനത് ഓർത്തില്ല. അപ്പോൾ നമുക്കൊരു റീല് കണ്ടാലോ? കണ്ടല്ലോ, ഇത് ദാസൻ കോഴിക്കോടുമായിട്ടുള്ള റീൽസാണ്. ഇതിനകത്ത് എത്ര ഇൻറ്റിമസി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ എന്തോ കുണിങ്ങിയ ഇതെന്തോ ആ കടപ്പുറത്തുള്ള ഒരു ആൽബം, അത് എത്ര ഇൻറ്റിമസി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, കള്ളിഷാപ്പും കള്ളിപ്പെണ്ണും എന്ന് പറയുന്ന റീൽ എടുക്കുമ്പോൾ, ആൽബം എടുക്കുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, ഉമ്മ വെക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ദാസൻ കോഴിക്കോടിൻ്റെ താടി മീശ വായി പോയിന്ന്. അപ്പോൾ താടിയും മീശയൊക്കെ വായി പോകുന്ന രീതിയിൽ ഉമ്മ വെക്കാം. അഭിനയമാണേ, ആക്ട്. സാധാരണ ഞാൻ കേട്ടിട്ടുള്ളത് ഈ കിസ്സിങ് ഒക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിക്കത്തേ ഉള്ളെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്, എനിക്കറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ ഇവിടെ ഈ മീശയും താടിയൊക്കെ വായി പോകുന്ന രീതിയിലാണ് ആ കള്ളിഷാപ്പും കള്ളിപ്പെണ്ണും എന്നുള്ള ആൽബത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. കാരണം അവർ തന്നെ പറഞ്ഞതാണ്, നമ്മളാരും പറഞ്ഞുണ്ടാക്കിയതല്ല. ഇനിയിപ്പോൾ ഇതിനടി വന്ന് പറഞ്ഞ് നമ്മൾ അനാവശ്യം പറഞ്ഞു, നമ്മൾ ആവശ്യമില്ലാത്ത പറഞ്ഞു എന്ന് അവർ തന്നെ പറഞ്ഞ കാര്യമാണ്. ദാസേട്ടൻ്റെ മീശ എൻ്റെ വായി പോയി, ദാസേട്ടൻ്റെ താടി എൻ്റെ വായി പോയിന്ന് അവർ തന്നെ ആ റീലിനകത്ത് പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും ഇവരൊരു 7-8 ആൾക്കാരെയും കൊണ്ട് നടക്കുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവരുടെ വയലിരുന്ന പൊട്ടത്തരങ്ങളും ഉണ്ട്, അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളും പുറം ലോകം അറിയുന്നുണ്ട് കേട്ടോ. ഡയറക്ടറെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ നായിക പറഞ്ഞതാണ് നായകനെ പ്രതീക്ഷനെ ആക്കാമെന്ന്. നിങ്ങൾ എന്തുകൊണ്ട് സമ്മതിച്ചില്ല? അങ്ങനെ സമ്മതിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ലിപ് ലോക്കും ഈ വയറ്റത്ത് പുക്കിളിൽ മുന്തിരി വെച്ചിട്ട് കടിച്ചെടുക്കുന്ന രംഗമൊക്കെ വലിയ ഈസി ആയിട്ട് ചെയ്യാമായിരുന്നല്ലോ. കാരണം അവിടെ കംഫർട്ടാണ്. നിങ്ങളായതുകൊണ്ടാണ് അല്ലാത്തത്. മാഷെന്നല്ലേ വിളിക്കുന്നത്, അതുകൊണ്ടായിരിക്കും ആ ഒരു ഫീലിങ്സ് വന്നിട്ടുണ്ടാവത്തില്ല. അപ്പം ഇനിയെങ്കിലും വിളിക്കുന്ന ഡയറക്ടർമാർ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നായിക പറഞ്ഞ നായകനെ തന്നെ നിങ്ങൾ അഭിനയിപ്പിക്കുക. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇതുപോലെ ഇൻറ്റിമസി എന്ന് പറഞ്ഞതും ലിപ് ലോക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നായിക പറഞ്ഞ ആളായിരിക്കണം നായകൻ. നിങ്ങൾ ഈ ഒരു റീലൊന്ന് കാണണേ. കാരണം ഇവർ തന്നെയാണ് ആൾക്കാർക്ക് ഓരോ കാര്യങ്ങൾ കൊണ്ടിട്ട് കൊടുക്കുന്നത്. നമ്മളെ ഏതൊരു കണ്ണോട് ആൾക്കാർ കാണും. ഈ പറയത്തില്ലേ, വിതച്ചതേ കൊയ്യത്തുള്ളെന്ന്. അപ്പം ഇവരുടെ ഈ ഒരു റീൽ ഇങ്ങോട്ടൊന്ന് കണ്ടേ. അതെന്താ രേണുവിന്റെ കാലിന് ഇത്ര പ്രത്യേകത? കമന്റ് വരുന്ന കോഴിക്കാലെന്നൊക്കെയാ വരുന്നത്. കമന്റ് വരുന്നത് അവന്മാർക്ക് എൻ്റെ അത്ര കാല് കിട്ടാത്തതിന്റെ അസൂയയാണ്, അസൂയയും കുശുമ്പുമാണ്. നമ്മൾ എന്ത് ചെയ്യാൻ? എക്സ്ക്ലൂസീവ് ആയല്ലേ? അതെ, തീർച്ചയായിട്ടും. കാലിന്റെ വീഡിയോസ് ഇടി ചേച്ചി കേട്ടോ, കാലിന്റെ വീഡിയോസ് ഇടി ചേച്ചി എന്ന ആൾക്കാർ സബ്സ്ക്രിപ്ഷനിൽ പറയാണ്. അപ്പോൾ കാലിന് ഒരുപാട് ആരാധകരുണ്ടത്രേ. പിന്നെ ഈ കുറ്റം പറയുന്നത് കോഴിക്കാലാണെന്ന് ആരോ പറഞ്ഞു അത്രേ. അപ്പോൾ ആരോ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ കോഴിക്കാലാണെന്ന് പറഞ്ഞത് അസൂയാണ്. അതുകൊണ്ടാണ് അവർക്ക് ഈ കാല്, ഇത്രയും വളരെ മനോഹരമായിട്ടുള്ള കാല് കിട്ടാത്തത് കൊണ്ട്, അസൂയ ആയതുകൊണ്ടാണ് ഇവരുടെ കാലിനെ കോഴിക്കാലെന്ന് വിളിച്ചത്. വിളിച്ചവനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ പറയാമായിരുന്നു, കോഴിക്കാലൊക്കെ എത്രയോ നല്ലതാടേ. കോഴി പെഡിക്യൂറൊന്നും ചെയ്തിട്ടല്ല കോഴിയുടെ കാല് അങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ ഇത് പെഡിക്യൂറൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അത് പോട്ടെ, അത് ആ ആരാധകൻ അറിയുന്നില്ലല്ലോ.
ഇനി ഇതൊന്ന് കണ്ടേ. പാവ നായിക മൂടി പൊതച്ചാ വരുന്നത്. ഈ മൂടി പൊതച്ചുള്ള വരവ് കാണുമ്പോൾ നിങ്ങൾ എന്താ വിചാരിച്ചേ? ഈ ആരാധകരുടെ തിക്കും തിരക്കും ആയതുകൊണ്ട് ആളറിയാതിരിക്കാൻ മൂടി പൊതച്ച് വരികയാണെന്നാണോ? എന്നാൽ നിങ്ങൾക്ക് തെറ്റി, അങ്ങനല്ല. പിന്നെ എന്തുകൊണ്ടാ? ഗ്ലൂട്ടാത്തയോൺ കുത്തിവെച്ചിരിക്കുകയല്ലേ. ഈ വെയിൽ കൊണ്ടാൽ ഇത്രയും കുത്തിവെച്ച ഗ്ലൂട്ടാത്തയോൺ ആവിയായി ഇല്ലാണ്ടായി പോവില്ലേ? അപ്പം അതുകൊണ്ടാണ് ഈ മൂടി പൊതച്ച് വരുന്നത്. അല്ലാതെ അവിടെ ഒരു മനുഷ്യരൊന്നുമില്ല, നിങ്ങൾ കണ്ടില്ലേ? അപ്പം അതുകൊണ്ടൊന്നുമല്ല, വെയിൽ കൊണ്ട് ഗ്ലൂട്ടാത്തയോൻ്റെ എഫക്റ്റ് ഇല്ലാതാവണ്ട എന്ന് കരുതിയിട്ടാണ് മൂടി പൊതച്ച് വരുന്നത്. സത്യം പറഞ്ഞാൽ ഇവരെ നമ്മൾ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ ഏതൊരു വീഡിയോയ്ക്കകത്താണേലും പറയും, നിങ്ങൾ ക്യാമറ അങ്ങോട്ട് മാറ്റി വെക്കൂ, എൻ്റെ ഫേസ് കാണുമ്പോൾ എന്തോ പോലെ വരും. പിന്നെ എന്നെ ഈ കുറ്റം പറയുന്നത് പല്ലി, ചേന, ചേമ്പോ എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് എന്നെ നേരിട്ട് കാണാത്തത് കൊണ്ടാണ് എന്നൊക്കെ ഇവർ വീമ്പിളക്കുന്നുണ്ട്. നേരിട്ട് കാണുന്നതിന് മുമ്പേ ഞങ്ങൾക്കറിയാമല്ലോ ഇതെല്ലാം ഗ്ലൂട്ടാത്തയോൺ കുത്തിവെച്ചുണ്ടായതാണെന്നും ഈ മേക്കപ്പ് ആണെന്നും ഒക്കെ നമുക്കറിയാമല്ലോ. കാരണം ഈ ഒറിജിനൽ ഫേസ് ഞങ്ങളന്ന് ബിഗ് ബോസിൽ കണ്ടായിരുന്നു. ബിഗ് ബോസിൽ അതെന്തായാലും മേക്കപ്പ് ഇടാത്തയും ഗ്ലൂട്ടാത്തയോൺ കുത്തിക്കയറ്റാത്തയൊക്കെ ഒരു ഫേസ് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് ഒറിജിനൽ ഫേസ് ഏകദേശം കണ്ടു. പുതിയതായിട്ട് എടുത്ത ആൽബം വിവാദമായപ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാർക്ക് ഇവരോട് ഒരു സിമ്പതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഒരു വെല്ലുവിളി വീഡിയോ, ഇവർ ഒട്ടും മാറ്റമൊന്നുമില്ല, ഇവരുടെ ഒരു വെല്ലുവിളി വീഡിയോ നമുക്ക് കാണാം. വരുമാനം ഉണ്ടാക്കുക നാണം ഉണ്ടോ നിനക്കൊക്കെ? കുറ്റം പറഞ്ഞ് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീയൊക്കെ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും എന്നെ കുറ്റം പറയാതെ വേറൊരു വിഷയം ഇട്ടിട്ട് നീയൊക്കെ ഇത്ര റീച്ച് ഉണ്ടാക്കാൻ നോക്കും, കേട്ടല്ലോ. എന്നെ കുറ്റം പറയുകയും ചെയ്യണം, അവരൊക്കെ നല്ല വരുമാനവും കിട്ടണം. കുറച്ച് യൂട്യൂബേഴ്സ്, കുറച്ച് നല്ല ആൾക്കാരും ഉണ്ട് കേട്ടോ, അവരുടെയൊക്കെ ഞാൻ കാണാറുമുണ്ട്. എന്താ പറയാ, എന്നെ പറ്റി പറയുന്നത് കാണാറുമുണ്ട്, ഞാൻ ഷെയർ ചെയ്യാറുമുണ്ട്. ഇത് ചുമ്മാ എന്റെ സത്യം എന്താണെന്ന് പോലും അറിയാതെ കുറ്റം മാത്രം പറഞ്ഞ് ആധികാരികമായിട്ട് അങ്ങ് എടുത്തിട്ടങ്ങ് പൈസ റീച്ചും പൈസ അങ്ങ് വാരുക. നാണമുണ്ടോ? രേണുസുതി ഒരു കണ്ടന്റ് ഇല്ലെങ്കിൽ നീക്ക് എന്നോ ചെയ്തല്ലേ, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഇതിരുന്ന് പറയാൻ വേണ്ടിട്ട് ഒരു ഫോണും ഇങ്ങനെ തുറന്നു വെച്ചിട്ട് ഒന്നും അറിയത്തില്ല. രേണുസുതി അങ്ങ് പറഞ്ഞോണ്ടിരിക്കുക. അപ്പോഴേ ഈ ബ്ലോഗേഴ്സിനെയാണ് ഈ പറയുന്നത്. കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്, നാണവില്ലേ. ഒരു 2 ദിവസം മുന്നല്ലേ ഇവർ പറഞ്ഞത് ഈ ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് ഇവർക്ക് റീച്ച് ഉണ്ടാവുന്നത്, അതുകൊണ്ട് ഇവർക്ക് ഒരുപാട് വർക്ക് കിട്ടുന്നു, അവർക്ക് ഉപകാരം മാത്രമേ ഉള്ളൂ എന്ന് 2 ദിവസം മുന്നല്ലേ പറഞ്ഞേ. ഈ പെട്ടെന്ന് ഈ ഓന്തിനെ പോലെ നിറം മാറാൻ എൻ്റെ പൊന്ന് സ്ത്രീയെ നിങ്ങളെ കൊണ്ടേ പറ്റൂ. ഞങ്ങളൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് സ്ത്രീയെ നിങ്ങൾക്ക് വർക്ക് കിട്ടുന്നതും ഇങ്ങനെ ഈ ഇനോഗ്രേഷൻ കിട്ടുന്നതും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നതും. പിന്നെ ഈ ഉളുപ്പുണ്ടോ നാണമില്ലേ എന്ന് ചോദിക്കുന്നില്ലേ, അത് തന്നെയാണ് ഒരു 1000 ആവർത്തി ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് ചോദിക്കുന്നത്. നാണമുണ്ടോ, ഉളുപ്പുണ്ടോ? വിപിൻലാൽ എന്ന് പറയുന്ന ഡയറക്ടർ നാണം കെട്ടവനെ. നിന്റെ ഇന്നത്തെ ഇന്റർവ്യൂ ഞാൻ കണ്ട്, അതിനകത്ത് നീ വെൽ പ്ലാൻഡ് ആണെന്ന് നിന്റെ വായും തന്നെ തെളിയിച്ചിട്ടുണ്ട്. നിന്റെ നാക്ക് തന്നെ നിനക്ക് പിഴയായി, നിന്റെ നാക്ക് പിഴച്ചു. അത് ദൈവത്തിന്റെ ഒരു കയ്യൊപ്പം തന്നെ നീ തന്നെ പറയുന്നുണ്ട്. ഈ ഓരോ കണ്ടന്റ് എടുത്തിട്ട് താത്തയായിട്ട്, അതായത് ഷഫീന ബീവി തെർത്താത്തയ്ക്ക് കൊടുക്കാനുള്ള കണ്ടന്റ് മാത്രമായിരുന്നു നിന്റെ ആൽബം എന്ന് പറയുന്ന പ്ലാൻ. എന്നെ പ്ലാൻ ചെയ്ത് നീയൊക്കെ വരുത്തിയിട്ട് എന്നെ പീഡിപ്പിച്ച് അല്ലെങ്കിൽ വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിച്ച് നീ കള്ളു കുടിക്കുന്ന സീനൊക്കെ ആക്കിയിട്ട് വൃത്തികെട്ട രീതിയിൽ എന്നെ ആക്കി തീർത്തിട്ട് താത്തയ്ക്ക് കണ്ടന്റ് കൊടുക്കാനുള്ള വെൽ പ്ലാൻഡ് തന്നെയായിരുന്നു അല്ലെ. പീഡന ശ്രമം തന്നെയാണ് അവിടെ നടന്നത് അല്ലെ. ടോർച്ചറിങ്ങും പീഡന ശ്രമം നമുക്ക് കാണാം. പിന്നെ എന്റെ മീഡിയക്കാരായ സുഹൃത്തുക്കളെ നീ തന്നെ നിന്റെ പ്രൊമോഷൻ തന്നെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവരെന്റെ രക്ഷകരായിട്ട് എത്തി. ഒത്തിരി നന്ദി അവർക്ക്. അതുപോലെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. എന്തായാലും നമുക്ക് കാണാം ഡയറക്ടറെ, ബാക്കി നമുക്ക് എന്തൊക്കെയാണ് ഇവർ വന്ന് വിളിച്ചു പറയുന്നത്? ഇവർ പറയുന്ന താത്തയാണ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചതെന്ന്. ഈ താത്തയുടെ വീഡിയോയുടെ ഇടയിൽ വന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു കണ്ടന്റ് തരുന്നു എന്ന് അങ്ങേര് ഈ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് പറയണത് എന്തുവാ? അപ്പം ഈ പ്രശ്നങ്ങളെല്ലാം നടന്നു കഴിഞ്ഞതിന് ശേഷമാണല്ലോ. അപ്പം താത്തയുടെ എന്ന് പറഞ്ഞാൽ ഷബീന ബീബി. അപ്പം ഷബീന ബീബി എന്ന് പറയുന്ന ചേച്ചിയുടെ വീഡിയോയുടെ അടിയിൽ വന്ന് ഈ ഡയറക്ടർ പറഞ്ഞു അത്രേ, നിങ്ങൾക്കൊരു കണ്ടന്റ് തരുന്നുണ്ട്. അപ്പം അതെന്താ, ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ ഓരോരുത്തർ കോണ്ടാക്ട് ചെയ്യും, ഇന്ന ഒരു റിയാക്ട് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. എന്നെ എത്ര പേരാണ് കോണ്ടാക്ട് ചെയ്യുന്നത്? അപ്പം ഞാനത് വിഷയം നോക്കി അതിനകത്ത് കാര്യമുണ്ടോ, പറയുന്നത് സത്യമാണോ എന്ന് അറിഞ്ഞ് അന്വേഷിച്ചതിന് ശേഷം നമ്മൾ റിയാക്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ആവശ്യമുള്ളത് കൊണ്ടാണ് അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഷബീന ബീബി എന്ന് പറയുന്ന ചേച്ചി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു ശക്തയായ ഒരു യൂട്യൂബറാണ്. അപ്പം ചേച്ചിയെ വിളിച്ചിട്ട് അപ്പം ചേച്ചിയുടെ വീഡിയോയുടെ അടിക്ക് നിന്ന് നിങ്ങൾക്കൊരു കണ്ടന്റ് തരുന്നുണ്ട് എന്ന് പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ കണ്ടന്റിനായിട്ടിരിക്കുന്നതാണ്.
അപ്പം അതിനകത്ത് ഇത്രയധികം തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ ഒരു വിഷയം സമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കണം എന്ന് അയാൾ വിചാരിച്ചിട്ടുണ്ടാകും. കാരണം അയാൾ പറയുന്നുണ്ട് അയാൾക്ക് ഒരു 80,000 രൂപയോളം നഷ്ടം വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമുക്ക് കറക്റ്റ് കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഈ പറയുന്നത് ഇവരെ ഈ സെക്സ് വീഡിയോയ്ക്ക്, സെക്സ് റാക്കറ്റിയുടെ എന്തോ പോൺസ് വീഡിയോ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഷെബീന ബീബി എന്ന് പറയുന്ന യൂട്യൂബർ ശ്രമിച്ചതാണ്, അങ്ങനെയൊക്കെ വരുത്തി തീർക്കാണ്. പറയുന്നതിനൊക്കെ കുറച്ച് മര്യാദ വേണ്ടേ? ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാം കണ്ടൻറ്റാണ്. സോഷ്യൽ മീഡിയ കിട്ടുന്ന ഏതും കണ്ടന്റ് ആക്കാനുള്ളൊരു കഴിവ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കുണ്ട്. അത് പോസിറ്റീവായിരിക്കും, ചിലപ്പോൾ നെഗറ്റീവായിരിക്കും. അപ്പം നമുക്ക് വരുന്നത് ഏത് വിഷയവും നമ്മളെടുത്ത് വീഡിയോ ചെയ്യും. പിന്നെ ഇവർ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു ഇവരുടെ വീഡിയോയ്ക്ക് മാത്രമാണ് റീച്ച്, ബാക്കിയുള്ള വീഡിയോയ്ക്ക് റീച്ച് ഇല്ലെന്ന്. അതെല്ലാവരുടെയും പ്രൊഫൈലൊന്നും എടുത്ത് നോക്കണം. ഞങ്ങളൊക്കെ ചെയ്യുന്ന മിക്ക വിഷയങ്ങൾക്ക് നല്ല റീച്ച് ഉണ്ട്. എനിക്ക് യൂട്യൂബിൽ റീച്ച് കുറവാണ്, പക്ഷേ എൻ്റെ ഫേസ്ബുക്കിൽ എനിക്ക് ഏത് വിഷയം എടുത്താലും നല്ല റീച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നൊരു കാര്യം ഞാൻ എടുത്തു പറയാം. അപ്പോൾ രേഷ്മ പി തങ്കച്ചൻ്റെ കണ്ടന്റ് ആരെങ്കിലും ചെയ്താൽ അവർക്ക് റീച്ച് കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരല്ല വരുന്നത്, നിങ്ങളെ കുറ്റം പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ നിങ്ങളെ കുറ്റം പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നവരാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങളെ ഇഷ്ടപ്പെടുന്നതല്ല, അല്ല നിങ്ങളുടെ ഒരു മഹത്വം കൊണ്ടോ നിങ്ങളുടെ ആ ഒരു ഇതുകൊണ്ടോ ഒന്നും അല്ല രേഷ്മ പി തങ്കച്ചൻ്റെ കണ്ടന്റ് എടുക്കുമ്പോഴത്തേക്ക് അതിന് റീച്ച് ഉണ്ടാവുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ഞങ്ങൾ ഇതുപോലെ ഓരോ കാര്യം പറയുമ്പോൾ അത് കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഒരുപാട് പേര് വരുന്നുണ്ട്. എൻ്റെ ഫേസ്ബുക്കിൽ രേഷ്മ പി തങ്കച്ചൻ്റെ കണ്ടന്റ് ഞാൻ ഒരുപാട് കുറച്ചു. കാരണം നമുക്ക് ഒരുപാട് നല്ല നല്ല വിഷയങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ചീഞ്ഞ കേസ് ഇടണ്ട എന്ന് കരുതിയിട്ട്, കാരണം ഈ ഇലക്ഷനൊക്കെ വന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് ഇലക്ഷൻ വാർത്തകളെയാണ്. അപ്പോൾ അതൊക്കെ ചെയ്തതിൻ്റെ ഇടയ്ക്ക് രേഷ്മ പി തങ്കച്ചൻ എന്ന ചീഞ്ഞ കേസ് വരണ്ടായി എന്ന് കരുതിയിട്ട് മനഃപൂർവ്വം കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു, എന്തുകൊണ്ട് ചെയ്യുന്നില്ല, അവിടെ വിഷയം നടക്കുന്നു, ഇവിടെ വിഷയം നടക്കുന്നു, എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ഒത്തിരി പേര് മെസ്സേജ് അയച്ചു. എന്തുകൊണ്ടാണ്? നിങ്ങൾ റിയാക്ട് ചെയ്യുന്ന, നിങ്ങൾക്കെതിരെ റിയാക്ട് ചെയ്യുന്നത് ആൾക്കാർ ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. അത് നിങ്ങളുടെ കമൻറ്റിൽ തന്നെ നോക്കിയാൽ മതി. ഒരുപാട് പേര്, പിന്നെ കൂടുതലും ഞങ്ങൾക്കെതിരെ വരുന്ന നെഗറ്റീവ് കമൻറ്റ് നിങ്ങളുടെ PR ആണെന്ന് ആർക്കാണ് അറിയാത്തത്? അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആരൊക്കെയാണ്? ദിയാസന എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ജാസിയും എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ആരാ? ദീപ്തി കല്യാണിയും എല്ലാവർക്കും അറിയാം, ട്രാൻസ്ജെൻഡറാണ്. പിന്നെ ശ്രീലക്ഷ്മി, മറ്റേ കുവൈറ്റ് കേസ്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഞങ്ങളുടെ കമൻ്റൊക്കെ എടുത്ത് നോക്കുക. ഈ പോസിറ്റീവായിട്ട് കമൻറ്റ് ചെയ്യുന്നത്, ഞങ്ങൾക്ക് പോസിറ്റീവായിട്ടും നിങ്ങളെ എതിർത്തും കമൻറ്റ് ചെയ്യുന്നത് നോക്കുക. പ്രൊഫൈല് ലോക്കഡല്ല, ആരുടെയും പ്രൊഫൈല് ലോക്കഡല്ല. ഒറിജിനൽ പ്രൊഫൈലിൽ നിന്നാണ് നിങ്ങൾക്കെതിരായിട്ടുള്ള കമൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നെഗറ്റീവ് കമൻറ്റ്, ഞങ്ങൾക്കെതിരെ വരുന്ന കമൻറ്റുകൾ നിങ്ങളുടെ PRകളാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഐഡികൾ എടുത്ത് നോക്കിയാൽ പ്രൊഫൈല് ലോക്ക്ഡാണ്. 1-2 ഫോളോവേഴ്സേ ഉള്ളൂ. അത് മാത്രമല്ല 100-ൽ താഴെ. അപ്പം തന്നെ അറിയാം അത് ഫേക്ക്ഡ് ഐഡി ആണെന്ന്. അടുത്ത ഒരു അവതാരം കൂടെ വന്നിട്ടുണ്ട്, ഏതാ? മറ്റേ ശ്രീലക്ഷ്മി അറക്കൽ. അപ്പം എല്ലാം ഒന്നിനൊന്നിനും മെച്ചം. നിങ്ങളെ സഹായിച്ചവരെയെല്ലാം നിങ്ങൾ പരസ്യമായിട്ട് തേറി വിളിച്ചു. ഒരു വിധവയെന്നുള്ള സിമ്പതി വെച്ചിട്ട് ഒത്തിരി പേര് നിങ്ങളെ ചേർത്ത് നിർത്തി, ഞാനടക്കം. ഞാൻ ആദ്യം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ട ഒരാളാണ്. ഞാൻ മാത്രമല്ല, ഇന്ന് ഒരുപാട് പേര് നിങ്ങൾക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടവർ വരെ തിരിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? നിങ്ങളുടെ ക്യാരക്ടർ തന്നെ, നിങ്ങളുടെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ. നിങ്ങൾ ഏതു നേരം മോനാണെന്ന് പറഞ്ഞ കിച്ചു പോലും നിങ്ങൾക്കെതിരെ തിരിഞ്ഞെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയാണത്. ഇപ്പം തന്നെ ഇങ്ങനൊരു ഇഷ്യൂ വന്നിട്ട് നിങ്ങളുടെ അഹങ്കാരത്തിന് എന്തെങ്കിലും കുറവ് സംഭവിച്ചോ? ഇല്ല. വീണ്ടും നിങ്ങൾ വെല്ലുവിളിച്ച് വന്നിരിക്കുകയാണ് യൂട്യൂബേഴ്സിനെ. നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് യൂട്യൂബേഴ്സ് ഇല്ലെങ്കിൽ നിങ്ങളില്ല, യൂട്യൂബേഴ്സ് വീഡിയോ ഇടുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് റീച്ച് കിട്ടുന്നതും നിങ്ങൾക്ക് വർക്ക് കിട്ടുന്നതുമെന്ന്. എന്നിട്ട് അതേ വായിൽ 2 ദിവസത്തിനുള്ളിൽ അതേ വായിൽ വന്ന് യൂട്യൂബേഴ്സിനെ വെല്ലുവിളിക്കുകയാണ്. നാണമുണ്ടോ ഉളുപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അത് തന്നെയാണ് തിരിച്ച് എനിക്കും ചോദിക്കാനുള്ളത്. നാണമുണ്ടോ ഉളുപ്പുണ്ടോ? ഞങ്ങൾ ഈ യൂട്യൂബേഴ്സ് എല്ലാം കൂടെ ഒന്നിച്ചൊരു തീരുമാനം എടുത്താൽ അവിടെ തീർന്നോ നിങ്ങളുടെ ഈ അഹങ്കാരം? പിന്നെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾ കഞ്ഞി കുടിക്കില്ല എന്ന്. ഈ 2-3 വർഷമല്ലേ ആയുള്ളൂ ഈ സോഷ്യൽ മീഡിയ കടന്ന് അർമാദിക്കാൻ തുടങ്ങിയിട്ട്. അതിനു മുന്നേ ഈ യൂട്യൂബേഴ്സൊക്കെ എങ്ങനെയാണ് കഞ്ഞി കുടിച്ചത്? ഈ 3 വർഷം കൊണ്ട് പൊട്ടിമുളച്ച് വന്നവരൊന്നും അല്ലല്ലോ ഈ പറയുന്നവരൊക്കെ, ആണോ? ഈ റിയാക്ഷൻ ബ്ലോഗേഴ്സിന് ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് എന്തും കണ്ടന്റ് തന്നെയാണ്. അല്ലാതെ ഒരു രേഷ്മ പി തങ്കച്ചൻ തന്നെ വേണമെന്നൊന്നും ഇല്ല. ഒന്ന് പോയി പണി നോക്ക് സ്ത്രീയെ. അപ്പോൾ രേഷ്മ പി തങ്കച്ചൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്, കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ സ്ത്രീ പറയുന്നത് പോലെ തന്നെ രേഷ്മ പി തങ്കച്ചൻ്റെ കണ്ടന്റ് മാത്രം കാണാതെ മറ്റെല്ലാ കണ്ടന്റ് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും കൂടെ ചെയ്യുക. അപ്പോൾ ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കണ്ട. ഹൈപ്പ് ചെയ്താലേ ചാനലിന് സപ്പോർട്ട് വരത്തുള്ളൂ. അപ്പോൾ ഹൈപ്പും കൂടി ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.